2024 ഇന്ത്യക്കാർക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലൂടെ നഷ്ടപ്പെട്ടത് 22,000 കോടി രൂപയാണെന്ന കാര്യം നിങ്ങൾക്കറിയാം. ഇത് മുൻ വർഷത്തേക്കാൾ 200% കൂടുതലാണ്. 36 ലക്ഷത്തിലധികം സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ED കണക്കാക്കുന്നത്. ഇതിനോടൊപ്പമാണ് ഒക്ടാഫെക്സ് പോലുള്ള കമ്പനികൾ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയിൽ കൈമാറ്റം ചെയ്ത കേസുകൾ. ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുടെ പേരിൽ നടക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കൂടി വരികയാണ്. അതിൽ മലയാളികളുടെ എണ്ണവും കുറവല്ല. ഇത്തരം പ്ലാറ്റ്ഫോമുകളും ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസും തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവ റെഗുലേറ്റഡ് ആണെന്നാണ് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. സെബിയുടെ വെബ്സൈറ്റിൽ നിന്നും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ റെഗുലേറ്റഡ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. അതിനു മുൻപ് തന്നെ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തിരിച്ചറിയാനുള്ള ഒരു ലളിതമായ മാർഗമുണ്ട്. വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവുന്ന രീതികൾ, മാർക്കറ്റിനേക്കാൾ വളരെ ഉയർന്ന ശതമാനം റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓഫറുകൾ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓഫറുകൾ ലഭിക്കുന്നതെങ്കിൽ 2 പ്രാവശ്യം ആലോചിക്കേണ്ടതാണ്. ഇൻവെസ്റ്റ്മെന്റുകൾ റെഗുലേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.